അയിരൂർ പുഴയുടെ കൈവഴികൾ തേടി സ്റ്റേറ്റ് ഫോർവേഡ് നാവായിക്കുളം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പുലിയൂർ ചന്ദ്രന്റെ സഹായത്തോടെ നാവായിക്കുളം ഭരണിക്കാവ്, നാവായിക്കുളം മുമ്മൂലി, നാവായിക്കുളം കടമ്പാട്ടുകോണം, നാവായിക്കുളം കല്ലുകുഴി ചെമൃതിയിൽ വെച്ച് അയിരൂർ പുഴയായി മാറുന്നു. ഈ തോട് 3 മലകൾ ചേരുന്ന ഈ ഭാഗത്തിന് മുമ്മൂലി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങ് മടവൂർ ഭാഗത്തു നിന്ന് വരുന്ന തോടാണെന്നാണ് എൻ്റെ അറിവ്. ആൾക്കാർ പറയുന്നത് ഇതെല്ലാം ഭയങ്കര വീതി ഉണ്ടായിരുന്നു. ഈ കെട്ടിടങ്ങളൊക്കെ വന്നപ്പോൾ തുറമ്പോഴത്തേക്ക് കൈകാരിക്കാനായപ്പോഴാണ് ഈ അവസ്ഥയായിപ്പോയത്. അത് ചരിത്രപ്രധാനമായ ഒരു തോടാണ്. ഇപ്പോൾ നമ്മുടെ കൃഷി നശിച്ചുകൊണ്ട് ഈ പാടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, കൃഷിയൊന്നുമില്ല. അപ്പോൾ ജലത്തിനുള്ള ദൗർലഭ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെല്ലാം കാരണം. ഈ തോടൊന്നും വൃത്തിയാക്കാറില്ല. വല്ലപ്പോഴും തൊഴിലുറപ്പുകാരെ കൊണ്ട് ഒന്ന് ചെയ്യണമല്ല. കല്ലണയാറിൻ്റെ കൈവരി, നാവായിക്കുളം കടമ്പാട്ടുകോണം ഏരിയ. സാർ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ നമ്മുടെ ഈ തോടിൻ്റെ ഈ ശോചനീയാവസ്ഥ കണ്ടിട്ട് വളരെ വൈഷമ്യം തോന്നുന്നു. കാരണം ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്, ഭരണിക്കാവ് ക്ഷേത്രം എന്ന് പറയും. അത് മീനമാസത്തിലെ ഭരണിക്ക് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അതിൻ്റെ പാരമ്പര്യം നിലനിർത്തത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഈ റോഡിൽ കൂടെ ഈ തോടുപാലത്തൂടെ മനുഷ്യന് നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതായത് മരുതിക്കുന്ന് കൂരൻചാലിൽ നിന്ന് വരുന്ന ഒരു തോടും അപ്പുറത്ത് ചിത്രൂരിൽ നിന്ന് വരുന്ന തോടും കൂടെ സംഗമിച്ചാണ് ഈ തട്ടുപാലം തോട്. ഈ തോട് തന്നെ അങ്ങ് താഴെ പോകുമ്പോൾ വീണ്ടും മറ്റേ നമ്മുടെ വേറൊരു തോടുമായിട്ട് ചേരുന്നുണ്ട്. അതായത് നമ്മുടെ കടമ്പാട്ടുകോണത്തു നിന്ന് വരുന്നത് അല്ലല്ല, വേറെ ഇതിനപ്പുറത്ത് നമ്മൾ എടുത്തല്ലോ അല്ലേ? അല്ല, നമ്മുടെ കുളത്തിൻ്റെ അപ്പുറത്ത്. കാരണം ഞങ്ങൾ വന്നത് ഈ അയിരൂർ പുഴയുടെ ഉത്ഭവ സ്ഥാനം കണ്ടുപിടിക്കാനാണ് വന്നത്. അപ്പൊ ഞങ്ങൾ വന്നത് വൈകിപ്പോയി, സന്ധ്യമായി പോയി. അപ്പൊ വന്ന വഴിക്കാണ് സാറിനെ കണ്ടത്. അപ്പൊ ഇത് ഏതെല്ലാം തോടുകളാണ് ഈ തോട്ടിൽ ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഈ 2 തോട്, അതായത് അവിടുന്ന് ചിത്രനല്ലൂരിൽ നിന്ന് വരുന്ന തോടും ഈ കൂനഞ്ചാലിൽ നിന്ന് ഉത്ഭവിക്കുന്ന തോടുമാണ് ഇതിൽ വന്ന് ചേരുന്നത്. ഇവിടെ തന്നെ നാവായിക്കുളത്ത് കുളത്തിൻ്റെ അപ്പുറത്തൊരു മുമ്മൂലി തോട് എന്ന് പറയുന്നൊരു തോടുണ്ട്. ആ തോട് താഴെ അങ്ങ് കുണ്ടുങ്കാവിൻ്റെ അടുത്തുള്ള ഒരു ഭാഗത്ത് വന്ന് ഈ തോടുമായി യോജിച്ചാണ് പനേറയിലുള്ള തോടുമായിട്ട് പോകുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 4 തോടുകൾ ചേർന്നാണ് ഈ പനേറ ആറ്. പക്ഷേ അതിൻ്റെ പാരമ്പര്യമല്ല, ഈ കൃഷിനാശം കൊണ്ട് തോടെല്ലാം അന്യദാനപ്പെട്ടു പോയി. അതൊരു വലിയ സമൂഹത്തിൽ വളരെ ദോഷമാണ്. അത് എങ്ങനെ പരിഹരിക്കണമെന്ന് വെച്ചാൽ ഗവൺമെൻറ്റും നാട്ടുകാരും കൂടെ വിചാരിച്ചാലേ പറ്റൂ. ശരി ശരി, നമസ്കാരം. ഇത്രയും പറഞ്ഞു തന്നതിന് നമസ്കാരം.
പാടശേഖരമാണ്. ഇതിനെ ജലസമൃദ്ധമായി ഒഴുകുന്ന തോടിൽ നിന്നാണ് ഈ വെള്ളം കൊണ്ടാണ് ഈ പാടശേഖരം ഇത്ര ഭംഗിയായി തന്നെ വളരുവാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന എന്ത് മനോഹരമായ പ്രകൃതി സൗന്ദര്യം, എന്ത് മനോഹരം. ഇത് കുണ്ടങ്ങോത്തോടല്ലേ? പ്രകൃതി മനോഹരം. അവിടെ നിന്ന് വിവിധ കൈവരികളിലൂടെ വരുന്ന റോഡും, 2 പണയിലെ അമ്പലത്തിൻ്റെ അതിൽ നിന്ന് കുറ്റ്യാമൂട് ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റോഡും സംഗമിച്ച് ഇവിടം തൊട്ടാണ് ചെമ്മരുതി ആറാവുന്നത്. നാവായിക്കുളത്ത് നിന്നും പുലിയൂർ ചന്ദ്രൻ്റെ സഹായത്തോടെ സ്ട്രേറ്റ് ഫോർവേഡിന് വേണ്ടി ഈ റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നിമായസ് കുമാർ.